പ്രിയപ്പെട്ട പൂയം നക്ഷത്രക്കാരെ, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. 2025 വർഷം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾക്ക് വക നൽകുന്ന വർഷമായി തന്നെ കണക്കാക്കാവുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ തിരിച്ചടികൾ മറികടക്കുവാനും പുതിയ മാർഗങ്ങൾ സ്വീകരിച്ച് മികച്ച വിജയം കൈവരിക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഈ വർഷം കൈവന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന മികവിനും ഉപരിപഠനത്തിനുമുള്ള അവസരം കൈവരുന്നതാണ്. രക്ഷിതാക്കളുമായി ചില അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യത കാണുന്നു. പ്രണയിതാക്കൾക്ക് പ്രണയബന്ധത്തിൽ ചില കല്ലുകടികൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ചെറിയ ചെറിയ വിഷയങ്ങൾ ഊതിപ്പെരുപ്പിക്കാതെ അപ്പോൾ തന്നെ അതിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. മടി കൊണ്ടോ അലസത കൊണ്ടോ നടക്കില്ലെന്നോ കരുതി മാറ്റിവെച്ചിരുന്ന പല കാര്യങ്ങളും ഈ വർഷം നടപ്പിൽ വരുത്തുന്നതിനും വിജയകരമായി പൂർത്തീകരിക്കുന്നതിനുമുള്ള അവസരം കൈവരുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണ്. വാദസംബന്ധമായ രോഗങ്ങളോ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളോ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നേക്കാം. തുടക്കത്തിലെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാമായിരുന്ന പല രോഗങ്ങളും കാലപ്പഴക്കം മൂലം സങ്കീർണമായെന്ന് വന്നേക്കാം. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അന്യരുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ മൂലം തൊഴിൽ രംഗത്ത് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നേക്കാം. വൈദ്യുതി, അഗ്നി, ഒഴുക്കുവെള്ളം മുതലായവ മൂലം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അവയോട് ഇടപഴകുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ആവശ്യമില്ലാത്ത ബാധ്യതകൾ ഏറ്റെടുക്കുന്നത് മൂലം മനസമാധാനം നഷ്ടപ്പെടാനും ധനനഷ്ടത്തിനും ഇടയായെന്ന് വന്നേക്കാം. കുടുംബജീവിതത്തിൽ പങ്കാളികൾ തമ്മിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തെന്ന് വന്നേക്കാം. കുടുംബത്തിന്റെ ഇഴയെടുപ്പം വർദ്ധിപ്പിക്കുന്നതിന് പരസ്പരമുള്ള ധാരണയും സ്നേഹവും അത്യാവശ്യമാണ്. പുതിയ തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ്. രാഷ്ട്രീയം, സാമൂഹിക സേവനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ്. തിരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം കൈവരിക്കാൻ ഈ വർഷം അവസരം കൈവരുന്നതാണ്. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കുന്നതിനും പുതിയ വാഹനം കരസ്ഥമാക്കുന്നതിനും ഈ വർഷം അനുകൂലമാണ്. ഏറെക്കാലമായി പിണങ്ങിയിരുന്നവരുമായി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ഈ വർഷം അവസരം കൈവരുന്നതാണ്. സഹോദരസ്ഥാനീയരുമായി ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ്. അപ്പോൾ പൂയം നക്ഷത്രക്കാരെ, നിങ്ങളുടെ 2025 വർഷത്തെ വാർഷിക ഫലം ഇവയൊക്കെയാണ്. ഇവയിൽ നല്ലതും മോശവുമായിട്ടുള്ള ഫലങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഇതിൽ നല്ല കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് കൈവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ദോഷപരിഹാരാർത്ഥമായി ഗണപതിക്ക് നാരങ്ങാമാല, ശാസ്താവിന് പാനകം, തുളസിമാല എന്നിവ സമർപ്പിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ജലധാര, പിൻവിളക്ക് എന്നിവ കഴിപ്പിക്കുന്നതും രുദ്രാക്ഷ സമർപ്പണം നടത്തുന്നതും ഗുണകരമാകുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.